എല്ലാ കാവ്യസ്നേഹികൾക്കും മാമ്പഴത്തിന്റെ ഈ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ദൃശ്യം റൗണ്ടിൽ കവിത ചൊല്ലാനെത്തുന്നു സൂര്യ. സൂര്യയുടെ ഒരു ദൃശ്യാവിഷ്കാരം ഞങ്ങൾ കാണാൻ പോവുകയാണ്. ഏത് കവിതയാണ് ഇതിൽ ചൊല്ലിയിരിക്കുന്നത്? ഒറ്റപ്പാലത്താണ്, എൻ്റെ അമ്പലപ്പാറ എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ്. അപ്പോൾ ഒറ്റപ്പാലത്തെ പ്രാദേശിക കവി ശ്രീ KR ചെത്തല്ലൂർ സാറിൻ്റെ കവിതയാണ്. K രാജൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. പരിയാനം പറ്റക്കാവ്, കാവിന്റെ ഒക്കെ അടുത്തുള്ള സ്ഥലം അല്ലേ? അപ്പൊ എന്തായാലും നന്നാവട്ടെ ഈ ദൃശ്യാവിഷ്കാരം എന്ന് ആശംസിക്കുന്നു. ഇവിടെയൊരു നദിയുണ്ടായിരുന്നു, ഇവിടെയൊരു നിലയുണ്ടായിരുന്നു, ഇവിടെയൊരു നദിയുണ്ടായിരുന്നു, ഇവിടെയൊരു നിലയുണ്ടായിരുന്നു, ഇവിടെയൊരു പുഴയുണ്ടായിരുന്നു, ഇവിടെയൊരു പുഴയുണ്ടായിരുന്നു, ഭാരതപ്പുഴയുണ്ടായിരുന്നു. പെരുമയും പഴമയും ഇരുകരത്തട്ടിലും കൈകോർത്തു കക്ക പെറുക്കിയിരുന്നു. പെരുമയും പഴമയും ഇരുകരത്തട്ടിലും കൈകോർത്തു കക്ക പെറുക്കിയിരുന്നു. മണൽ വിരിമാറിൽ രണവീരന്മാരുടെ മാമാങ്കമുണ്ടായിരുന്നു. മണൽ വിരിമാറിൽ രണവീരന്മാരുടെ മാമാങ്കമുണ്ടായിരുന്നു, മാമാങ്കമുണ്ടായിരുന്നു. ആർത്തിരമ്പുന്ന ജലപ്രവാഹത്തിൽ ഉരുൾ പൊട്ടിയുരുളുന്ന കല്ലുകൾ, കടയറ്റൊഴുകുന്ന ശാഖികൾ, നുരയും പതയും ചുഴികളും നിലകിട്ടാ നൂലിട്ടാലെത്താ കയങ്ങളും അലയടി താളവട്ടങ്ങളും, നുരയും പതയും ചുഴികളും നിലകിട്ടാ നൂലിട്ടാലെത്താ കയങ്ങളും അലയടി താളവട്ടങ്ങളും. പ്രവാഹപഥ തീരങ്ങൾ തോറും വറ്റാത്ത കൂപങ്ങളുണ്ടായിരുന്നു, വിണ്ടുകീറാത്ത നെൽപ്പാടങ്ങൾ തോറും പൊന്നാര്യൻ കതിരിട്ടു നിന്നിരുന്നു. ഇവിടെയൊരു ജലധിയുണ്ടായിരുന്നു, ഇവിടെയൊരു നിലയുണ്ടായിരുന്നു, ഇവിടെയൊരു പുഴയുണ്ടായിരുന്നു, ഭാരതപ്പുഴയുണ്ടായിരുന്നു. കേളികൊട്ടും ചൊല്ലിയാട്ടവുമായി വള്ളത്തോളുണ്ടായിരുന്നു, പുത്തൻ കലവും അരിവാളുമായി ഇടശ്ശേരിയുണ്ടായിരുന്നു. കേളികൊട്ടും ചൊല്ലിയാട്ടവുമായി വള്ളത്തോളുണ്ടായിരുന്നു, പുത്തൻ കലവും അരിവാളുമായി ഇടശ്ശേരിയുണ്ടായിരുന്നു. മതിവരെ മുങ്ങിക്കുളിച്ചു നീരാടി കുഞ്ഞിരാമൻ നായരുണ്ടായിരുന്നു. കൈപ്പവല്ലരി നട്ടു വളർത്തി വൈലോപ്പിള്ളിയുമുണ്ടായിരുന്നു. പൊട്ടിച്ചിരിയും തുള്ളലുമായി കലക്കത്തൊരൂക്കനുണ്ടായിരുന്നു. ശോകനാശിനി തീരത്തെ കൂട്ടിൽ ശുഗതരുണി മണിയുമുണ്ടായിരുന്നു. ഇവിടെയൊരു തടിനിയുണ്ടായിരുന്നു, ഇവിടെയൊരു ഗരിമയുണ്ടായിരുന്നു, ഇവിടെയൊരു പുഴയുണ്ടായിരുന്നു, ഭാരതപ്പുഴയുണ്ടായിരുന്നു, ഇവിടെയൊരു വരദയുണ്ടായിരുന്നു, ഇവിടെയൊരു നിലയുണ്ടായിരുന്നു, ഇവിടെയൊരു പുഴയുണ്ടായിരുന്നു, ഭാരതപ്പുഴയുണ്ടായിരുന്നു, ഭാരതപ്പുഴയുണ്ടായിരുന്നു.
പ്രിയ കവികളായ ഇടശ്ശേരിയെയും വൈലോപ്പിള്ളിയെയും വള്ളത്തോളിനെയും ഒക്കെ ഓർമ്മിപ്പിച്ചു. എന്തായാലും ഈ ആലാപനം എങ്ങനെയുണ്ടായിരുന്നു എന്ന് നമുക്ക് വിധികർത്താക്കളോട് ചോദിച്ചറിയാം. നീലാകൃഷ്ണൻ സർ. സൂര്യ സർ. നന്നായി തന്നെ ഈ കവിത ചൊല്ലി. ആ കവിത ഒരു വലിയ നഷ്ടവിഷാദത്തിൻ്റെ കവിതയാണ്. ഇതിലെ ഒരു പുഴ ഒഴുകിയിരുന്നു എന്ന് വരും തലമുറയോട് നുണക്കഥ പറയുന്നത് പോലെ പറയേണ്ട അവസ്ഥയിലേക്ക് ഭാരതപ്പുഴ മാറിപ്പോയി. കുഞ്ഞിരാമൻ നായർ ഉണ്ടായിരുന്നു. നഷ്ടമൂല്യ വിഷാദമാണ് അതിൽ കിടക്കുന്നത്. അല്ല, അതിൻ്റെ ഒരു അനുഭവമല്ല, ആലാപനം വളരെ മേൽസ്ഥായിലാണ്. ഒരു വളരെ വീരത്തോടു കൂടിയാണ് ചൊല്ലിയത്. ആ വീരഭാവമല്ല അതിനോട് ചേരുക എന്നൊരു ദോഷമാണ് ഞാൻ കണ്ടുപിടിച്ചത്. മറ്റു ദോഷങ്ങളൊന്നുമില്ല. അഭിനന്ദനം. നന്ദി സർ. നന്ദി സർ. കുരിപ്പുഴ സർ. കേരളം മുഴുവൻ അറിയപ്പെടുന്ന ഒരു കവിയാണ്. അദ്ദേഹത്തിൻ്റെ വളരെ ആത്മാർത്ഥതയുള്ളൊരു രചനയാണിത്. ഇവിടെ എന്തെല്ലാം ഉണ്ടായിരുന്നു എന്ന് പുതിയ തലമുറയോട് വളരെ വേദനയോടുകൂടി പറയുന്ന ഒരു രചനയാണ്. ആ വേദന സമ്പൂർണ്ണമായിട്ടും വന്നിട്ടുണ്ടോ സൂര്യയുടെ ചുഴലിൽ? സ്പീഡ് കൂടുതലായിപ്പോയി. അതിൻ്റെ സങ്കടം വരണമായിരുന്നു. അതാണ് ഇനി ഒരു ഇവിടെ ജീവിക്കാൻ സാധിക്കുമെന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു സ്പീഡുള്ളൊരു ചൊല്ലൽ രീതിയായിപ്പോയി. അത്രയേ ഉള്ളൂ. പക്ഷേ സൂര്യക്ക് കവിതയുടെ ഒരു സ്പിരിറ്റ് ഉൾക്കൊള്ളാനുള്ള കഴിവുണ്ട്. അത് കവിതയുടെ അതിൻ്റെ ഒരു ആന്തരിക ഊർജം ഉൾക്കൊള്ളാനുള്ള കഴിവുണ്ട്. അപ്പോൾ അതുകൊണ്ട് അടുത്ത കവിത ചൊല്ലലിൽ കുറച്ചുകൂടെ അതിൻ്റെ ഭാവം ഉൾക്കൊണ്ട് ചൊല്ലാൻ ശ്രമിക്കണം. നന്ദി സർ. 50-ൽ 43 മാർക്ക് തരും. നന്ദി സർ. കുരിപ്പുഴ സർ. 41 മാർക്ക്. നന്ദി സർ. 100-ൽ 84 മാർക്കാണ് സൂര്യയ്ക്ക് ഈ ആലാപനം കഴിഞ്ഞപ്പോൾ ലഭിച്ചത്. അപ്പോൾ നമ്മുടെ വിധികർത്താക്കൾ പറഞ്ഞ അഭിപ്രായങ്ങളെല്ലാം ശ്രദ്ധിച്ച് ആ പകപ്പിഴകളെല്ലാം ഒഴിവാക്കി അടുത്ത തവണ കൂടുതൽ മികവുറ്റതാക്കി ചൊല്ലാൻ സാധിക്കട്ടെ കവിത എന്ന് ആശംസിക്കുന്നു. അഭിനന്ദനങ്ങൾ. നന്ദി ചേച്ചി.